நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. പൊയ്യിനെ മെയ്യായി കണ്ടേൻ അനർഹൻ ഞാനെന്നാലും പോരുക എന്ന് എനിക്ക് ഉപായമാർന്നു തൃക്കൺ പാർക്കണം. വരുത്തമില്ലാത്തവൻ വഞ്ചനയാർന്നവൻ ഞാൻ മരണം വരിച്ചില്ല. താമരമലരൊത്ത ചേവടിയാർന്നവനെ അരക്കിൻ നിറമുള്ള ചെമ്മേനിയായവനെ അടിയാന്മാരും നീയും മുന്നേ വന്നിട്ട് പണ്ട് പോന്നത് മുറയാമോ, വിട്ടു പോന്നത് മുറയാമോ? തീർന്നിടുകില്ല എന്നോ പാഴാനാം എൻ്റെ വിന. എൻ്റെ വിന ഇതേവരെ തീർന്നില്ലേ? അല്ലയോ ഭഗവാൻ, ഞാൻ ഇതേവരെ പാകമായില്ലേ? ഭക്തി കൊണ്ട് പരിപക്വനായി തീർന്നില്ലേ? മുന്നേ വന്നിട്ട് വിട്ടു പോന്നത് മുറയാമോ? മുന്നേ നീ എൻ്റെ അടുത്ത് തിരുപ്പെരുന്തുറയിൽ വന്ന് ഗുരുരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു നിൻ്റെ ശിവപാർഷദന്മാരോടൊത്ത്. അന്ന് പക്ഷേ ഞാൻ പാകം വന്നിരുന്നില്ല. ഭക്തി കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം എനിക്കുണ്ടായിരുന്നില്ല. ഇതാ നോക്കൂ, പൊയ്യിനെ മെയ്യാർന്നോൻ ഞാൻ. പൊയ്യായ ഈ ശരീരത്തെ സത്യമെന്ന് കരുതി ശരീരബോധത്തിൽ ആണ്ടുകിടക്കുകയായിരുന്നു. അതുകൊണ്ട് അനർഹൻ ഞാനെന്നാലും ഞാൻ അനർഹനായി തീർന്നിരുന്നു. എന്നാലും പോരുക എന്ന് അങ്ങ് എന്നോട് പാർത്തില്ലല്ലോ. അങ്ങ് പോരുക എന്ന് പറഞ്ഞ് കൈലാസത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ലല്ലോ. എന്താ കാരണം? വരുത്തമില്ലാത്തവൻ വഞ്ചനയാർന്നവൻ ഞാൻ വഞ്ചനയാർന്നവനും വരുത്തമില്ലാത്തവനുമാണ്. അങ്ങയോടുള്ള ഭക്തി, നിതാന്തമായ ഭക്തി എനിക്കുണ്ടായിരുന്നില്ല. സമ്പൂർണ്ണ സമർപ്പണഭാവം, ശരണാഗതി എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് വഞ്ചനയാർന്ന മനസ്സായിരുന്നു. മരണം വരിച്ചില്ല ഞാൻ, എന്നിട്ടും മരിച്ചില്ല. താമരമലരൊത്ത ചേവടിയാർന്നവനെ, താമരമലര് പോലെ പരിശുദ്ധമായ മൃദുലമായ ചേവടിയുള്ളവനെ, അരക്കിൻ പൂവ് പോലെ ചെമ്മേനിയുള്ള നിറമാർന്നവനെ, അടിയാന്മാരും നീയും മുന്നേ വന്നിട്ട്, അടിയാന്മാരും നീയും എൻ്റെ അടുത്തേക്ക് വന്നിട്ടും എന്നെ കൂട്ടാതെ ഈ ഭൂമിയിൽ എന്നെ തനിച്ചാക്കിക്കൊണ്ട് അല്ലയോ ഭഗവാൻ അവിടുന്ന് പാർഷദന്മാരോടൊപ്പം കൈലാസത്തിലേക്ക് തിരിച്ചു പോയല്ലോ. ഞാനതിൽ അതീവ ദുഃഖിതനാണ്. അങ്ങ് എന്നെ കൈലാസത്തേക്ക് കൊണ്ടുപോയില്ല. ഒരു പക്ഷേ എൻ്റെ വിന തീർന്നിട്ടില്ലായിരിക്കാം, എൻ്റെ കർമ്മവിനകൾ ബാക്കിയുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അങ്ങ് എന്നെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരുന്നത്. ഇല്ല നിൻ കഴലിങ്കൽ പ്രേമമെനിക്കൊരിക്കലും, ഇല്ല നിൻ കഴലിങ്കൽ പ്രേമമാർന്നെനിക്കെങ്കിലും, ഏലവാർ കുഴലിക്ക് പാതിയായി കൊടുത്തവനെ കല്ലും കനിയായി മാറ്റും വിദ്യയാൽ എന്നെ നിൻ്റെ കഴലിൽ പ്രേമമാർന്ന നീ മാറ്റിയതും. അതിരില്ലാത്തതാകും നിൻ കൃപ എൻ പുരാനെ, എന്തു ഞാൻ എങ്കിലും ഏറ്റിടും വല്ലഭനെ. നിൻ കഴലിണ കാട്ടി ഇനിയും എന്നെ നിന്നോടൊന്നായി ചേർത്തിടാത്തതെന്തേ നിർമ്മല ചിദാകാശ. അല്ലയോ ചിദാകാശ സ്വരൂപനായ ഭഗവാനെ, ഇനിയെങ്കിലും നീ എന്നെ
വന്ന് കൈലാസത്തിലേക്ക് നിൻ്റെ പാർഷദന്മാരോടൊത്ത് നിൻ്റെ അടിയാന്മാരോടൊത്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോണേ. ഇല്ല നിൻ കഴലിങ്കൽ പ്രേമമെന്നിരിക്കലും നിൻ്റെ പദാരവിന്ദങ്ങളെ ഞാൻ ഭക്തി പുരസ്സരം പൂർണ്ണ സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏലാർ കുഴലിക്ക് പാതിമൈ കൊടുത്തവനെ, പാർവതീദേവിക്ക് പാതിമൈ പകുത്തു കൊടുത്ത അത്രയ്ക്ക് സ്നേഹസമ്പന്നനാണ്, അത്രയ്ക്ക് കാരുണ്യവാനാണല്ലയോ ഭഗവാൻ അങ്ങ്. കല്ലും കനിയായി മാറ്റും, കല്ലിനെ പോലും കനിയാക്കി മാറ്റും നിൻ്റെ സ്നേഹവായ്പ്. ആ വിദ്യയാൽ എൻ്റെ കഴലിൻ പ്രേമമാർന്ന് എന്നെ നീ മാറ്റുക. അപ്പോൾ കല്ലിനെ പോലും കനിയാക്കി മാറ്റാനുള്ള അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾ സിദ്ധിവിശേഷങ്ങൾ നിനക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ കർമ്മവിനകളെ തീർത്തിട്ട് അല്ലയോ ഭഗവാൻ എന്നെ ശിവപാർഷദന്മാരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലും അതിരില്ലാത്തതാകും നിൻ കൃപ. എൻ പുരാനെ എന്തു ഞാൻ ഏകിയിലെങ്കിലും എറ്റിടും വല്ലഭനെ, അല്ലയോ വല്ലഭനെ, അതിരില്ലാത്തതാകും നിൻ്റെ കൃപ. നിൻ്റെ കൃപ അതിരില്ലാത്തതാണ്, എല്ലാവരിലേക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന മഹാകൃപയാണ് നിനക്കുള്ളത്. അതുകൊണ്ട് കൃപ കൊണ്ട് അല്ലയോ ഭഗവാനെ എന്നെയും അവിടുന്ന് കൈലാസത്തിലേക്ക് ശിവപാർഷദന്മാരായി ഗണിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മഹാകൃപാലുവാണ്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങ് അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങ് മഹാകൃപാലുവാണ്. അങ്ങയുടെ മഹാകൃപ കൊണ്ട് എന്നെയും ശിവപാർഷദന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് അങ്ങയോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകണേ. അതിനായി വരൂ, എനിക്ക് ദർശനം നൽകൂ, എന്നെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്നാണ് പറയുന്നത്. വാനോരും അറിയുവാനാവാത്തതാകുന്നു നീ, ഉപനിഷത്തുകൾക്കും വിവരണാതീതൻ നീ, മറ്റുള്ള ജീവന്മാരും അറിഞ്ഞിടാത്തോൻ നീ. ഇനി പാർന്നിടും വിധം ദാസനായി മാറ്റി എന്നെ കൊണ്ടുപോകുക. എന്നുടൽ കൂത്താടുമാറാക്കിയ വിദ്വാനും നീ. പിന്നെ പറയാണ് എൻ്റെ ഹൃദയത്തെ ഒരു ശിവക്കൂത്തിൽ നിറയ്ക്കാൻ അങ്ങ് എൻ്റെ അടുത്തേക്ക് വരൂ. മനസ്സലിഞ്ഞ് നിന്നെ നിനക്കാറാക്കിയോ നീ. മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ എനിക്ക് അനുഗ്രഹം തരയണമേ. അങ്ങനെ സമ്പൂർണ്ണ ശരണാഗതി എൻ്റെ മനസ്സിൽ ഉണ്ടാകട്ടെ. ജ്ഞാനമേറിടും വിധം അനുഗ്രഹിച്ചാൻ നീ. ലൗകിക ജ്ഞാനം മാറ്റി നൽകി നീ ബ്രഹ്മജ്ഞാനം എനിക്ക് നൽകുക. ഈ ലൗകികമായ അറിവല്ല, ബ്രഹ്മജ്ഞാനമാണ് അങ്ങ് എനിക്ക് നൽകേണ്ടത്. ജ്ഞാനമേറിയിടും വിധം അനുഗ്രഹിക്കുക. എനിക്ക് ജ്ഞാനത്തെ അങ്ങ് പ്രദാനം ചെയ്യുക. ഈ ലൗകിക ജ്ഞാനത്തെയല്ല, മറിച്ച് ശിവജ്ഞാനത്തെ, ബ്രഹ്മജ്ഞാനത്തെ നൽകി എന്നെ ജ്ഞാനിയാക്കി മാറ്റണമേ എന്നാണ് മാണിക്യവാചകർ പ്രാർത്ഥിക്കുന്നത്. അങ്ങ് മഹാകൃപാലുവാണ്. ആ മഹാകൃപാലുവായ അങ്ങ് തീർച്ചയായിട്ടും എന്നിൽ മഹാകൃപ ചൊരിയും. എനിക്കത് ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് സമ്പൂർണ്ണ സമർപ്പണത്തിന് ശരണാഗതിക്ക് തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ കർമ്മവിനകളെല്ലാം ഒഴിച്ചു മാറ്റി ഞാൻ അങ്ങയുടെ പാർഷദനാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ അങ്ങ് വന്നിട്ട് എനിക്ക് ബ്രഹ്മജ്ഞാനം നൽകുക. ഈ ലൗകിക ജ്ഞാനത്തെ മാറ്റിയിട്ട് പകരം ആ സ്ഥാനത്ത് അങ്ങയുടെ ബ്രഹ്മജ്ഞാനം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചാലും അങ്ങ് മഹാകൃപാലുവാണ്. എല്ലാവർക്കും കൃപ ചൊരിയുന്നവനാണ് അങ്ങ്. ആ കൃപാലുവായ ശിവഭഗവാനെ അവിടുന്ന് എനിക്ക് ജ്ഞാനം ഏകുക. ഈ ലൗകിക ജ്ഞാനത്തെ മാറ്റിക്കൊണ്ട്
പകരം ബ്രഹ്മജ്ഞാനം, ശിവജ്ഞാനം, ശിവബോധം എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും. ഏതാണ്ട് ഇതേ ഭാവം തന്നെ നാം ശതരുദ്രീയത്തിലും കാണുന്നുണ്ട്. ശതരുദ്രീയത്തിലൊരു മന്ത്രം നോക്കൂ. അസൗയോ അവസർപ്പതി നീലഗ്രീവോ വിലോഹിത ഉദൈനം ഗോപ അദൃശ്യൻ അധഹാർഹയ്യ ഉദൈനം വിശ്വ ഭൂതാനി സ ദൃഷ്ട മൃദയാൽ നഹ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കാളകൂടധാരണം കൊണ്ട് കഴുത്തിൽ നീല നിറമുള്ളവനും കത്തിജ്വലിക്കുന്ന തീ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും ആദിത്യ മണ്ഡലത്തിൻ്റെ അന്തർവർത്തിയും ആദിത്യരൂപനുമായ രുദ്രനെ ഗോപാലന്മാർ കാണുന്നു. അതേപോലെ വെള്ളം ചുമക്കുന്ന സ്ത്രീകളും രുദ്രനെ കാണുന്നു. കൂടാതെ വേദവേദ്യനായ ആ രുദ്രനെ എല്ലാ ഭൂതങ്ങളും പാർഷദന്മാരും കാണുന്നു. അങ്ങനെ കാണപ്പെടുന്ന ആ രുദ്രൻ എനിക്കും സുഖമരളി എനിക്ക് ദർശനം നൽകണമേ എന്നാണ് ശതരുദ്രീയത്തിൽ പ്രാർത്ഥിക്കുന്നത്. ആ ആദിത്യാന്തർവർത്തിയായ ദീനരക്ഷകൻ, ശാന്തൻ, അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, എല്ലാവർക്കും പ്രത്യക്ഷീകരിപ്പാൻ അങ്ങ് എപ്പോഴും കൃപ ചൊരിയുന്നു. അതുകൊണ്ട് ഈശ്വര പ്രത്യക്ഷം ഉണ്ടാകുമെന്ന് തീർച്ച തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗോപശബ്ദം ഇവിടെ പാലകന്മാരെ കാണിക്കുകയാണ്. ഉദഹാര്യ എന്ന പദം വിദ്യാശൂന്യങ്ങളായ സ്ത്രീകളെ ബോധിപ്പിക്കുന്നു. അവർക്ക് കൂടി പ്രത്യക്ഷീകരിപ്പാൻ സാധിക്കുന്ന പക്ഷം മറ്റുള്ള വിദ്യാസമ്പന്നന്മാരായ പുരുഷന്മാർക്ക് സാധിക്കുന്നതിൽ ആശ്ചര്യമുണ്ടോ? അതായത് വിദ്യാഹീനന്മാർക്ക് കൂടി അങ്ങ് പ്രത്യക്ഷമായി തീരുന്നു. അങ്ങനെയുള്ളവർക്ക് അല്പം വിദ്യയുള്ള അല്പഭക്തന്മാരെ പോലും അനുഗ്രഹിക്കാനല്ലയോ ശിവഭഗവാൻ അങ്ങ് കൃപ കാണിക്കാറുണ്ട്. അതുകൊണ്ട് എന്നിലും കൃപ കാണിച്ച് എന്നെ ജ്ഞാനബോധത്തിലേക്ക്, ശിവജ്ഞാനബോധത്തിലേക്ക്, ആ ശിവബോധത്തിലേക്ക് നയിച്ചാലും എന്നാണ് ശതരുദ്രീയത്തിൽ പ്രാർത്ഥിക്കുന്നത്. ശതരുദ്രീയത്തിലെ പ്രാർത്ഥനയുടെ തീവ്രമായ ആ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ മാണിക്യവാചകരും തിരുവാചകത്തിൽ ആവിഷ്കരിക്കുന്നത് എന്നോർക്കുക. അപ്പോൾ ശരിക്കും ശതരുദ്രീയം ചൊല്ലുന്നത് പോലെ തന്നെ ഒരാൾക്ക് തിരുവാചകവും ചൊല്ലി ശിവനെ സാക്ഷാത്കരിക്കാൻ കഴിയും. അപ്പോൾ ശതരുദ്രീയം നിരന്തരം ജപസാധന ചെയ്യുന്നത് പോലെ തന്നെ തിരുവാചകവും ജപസാധന ചെയ്താൽ ഭഗവാൻ ശിവൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അയാൾക്ക് ബ്രഹ്മജ്ഞാനം നൽകി അയാളെ ശിവപാർഷദന്മാരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരിക്കും തിരുവാചകം പഠിക്കുന്നതിലൂടെ നാം ശതരുദ്രീയം തന്നെയാണ് ജപസാധന ചെയ്യുന്നത്. അപ്പോൾ തിരുവാചകത്തിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ അത് ശതരുദ്രീയ ജപസാധന തന്നെയാണ്. അതുകൊണ്ട് ഈ തിരുവാചക പഠനത്തിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നവർ അവർക്ക് ശതരുദ്രീയം ചൊല്ലിയാലുണ്ടാകുന്ന അതേ പ്രയോജനം തന്നെയാണ്, അതേ കൃപ തന്നെയാണ് ശിവനിൽ നിന്ന് അവരിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഓം ശിവായ നമഃ.